ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ലേറ്റസ്റ്റായിട്ട് ബിഷപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള രേണുസുതിക്കൊക്കെ വീട് വെക്കാൻ വേണ്ടി സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിഷപ്പ് ഇപ്പം ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കിച്ചുവിനെതിരെ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൂടിയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനു മുമ്പ് ഈ ഒരു ബിഷപ്പും രേണുവായിട്ടൊക്കെ വലിയൊരു അടിയൊക്കെ നടന്നിട്ടുണ്ട്. കുറേയധികം പേർക്ക് അറിയാവുന്നതായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി നമ്മളിത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. എന്താണ് കിച്ചുവിനെതിരെ ഈ ഒരു ബിഷപ്പ് സംസാരിച്ചതെന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഇപ്പം രേണുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച അതേ ബിഷപ്പ് തന്നെ എന്തുകൊണ്ട് അന്ന് ബിഷപ്പ് രേണുസുതിക്കെതിരെ സംസാരിച്ചു, ഇവർ തമ്മിലുള്ള വലിയ വഴക്കൊക്കെ എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് ഷെയറും ചെയ്ത് ഹൈപ്പും ചെയ്തേക്കോ. എന്നാൽ മാത്രമേ ഇത് കൂടുതൽ വീട്ടിലേക്ക് എത്തത്തുള്ളൂ. സോ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ ഈ ഒരു ബിഷപ്പിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി, ബിഷപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തിയാണ് രേണുസുതിക്കൊക്കെ വീട് വെക്കാനൊക്കെ സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വേറൊരു ഫിറോസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് വീടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യ സമയങ്ങളിൽ ഇവരൊക്കെ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന നല്ല സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഒരു രേണു ബിഷപ്പിനെ പറ്റി നല്ല കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം രേണു ഉണ്ടെങ്കിൽ ഓരോ വീഡിയോസും ആൽബത്തിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് കുറേയധികം നെഗറ്റീവായിട്ടുള്ള കമൻസൊക്കെ വരാൻ തുടങ്ങി. ഇവർക്കെതിരെയൊക്കെ കുറേ ആരോപണങ്ങൾ വന്ന സമയത്ത് പോലും ബിഷപ്പ് ഉണ്ടെങ്കിൽ ഭയങ്കര സപ്പോർട്ടായിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതേ കണക്ക് അതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യും, എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. വളരെ രേണുവിനെല്ലാം സപ്പോർട്ടായിട്ട് സംസാരിച്ച ഒരു വ്യക്തിയാണ്. നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നതാണ്. രേണുവും തിരിച്ചതേ കണക്ക് നല്ല റെസ്പെക്റ്റോട് തന്നെയാണ് ഈ ഒരു ബിഷപ്പിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത്. കുറേ നാളുകൾ കഴിഞ്ഞ് പോകുമ്പോഴത്തേനാണ് ഇവരുടെ ഈ ഒരു താമസിച്ചുകൊണ്ടിരുന്ന വീടിനെ പറ്റിയൊക്കെ കുറേയധികം കുറ്റങ്ങൾ രേണു പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഫിറോസിൻ്റെ ആ വീട് വെച്ച് കൊടുത്ത ഫിറോസിനെതിരെയൊക്കെയാണ് കുറേയധികം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. വീടത്ര നന്നല്ല എന്നുള്ള രീതിയിൽ വെച്ച് വന്ന രീതിയൊന്നും അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫിറോസിനെതിരെ കുറേയധികം ആരോപണങ്ങൾ രേണു വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൻ്റെ കുറച്ച് മതിലൊക്കെ പൊളിഞ്ഞിരിക്കുന്നതിൻ്റെയൊക്കെ അവസ്ഥ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഫിറോസ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരിക്കലും ആരെയും പറ്റിച്ചിട്ടോ ഒന്നും തന്നെയില്ല. രേണു ഇതുകൊണ്ട് ഇങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ എൻ്റെ കമ്പനിക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ട് കാര്യങ്ങൾ വരുവാണ്. കുറേയധികം പേര് ഞങ്ങൾക്ക് കോൺട്രാക്റ്റ് ഒന്നും തരുന്നില്ല എന്നുള്ള രീതിയിൽ രേണു ഈ പറഞ്ഞ കാര്യങ്ങളുമുണ്ട് ആ ഒരു ഫിറോസ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അവിടം തൊട്ടാണ് ഈ ഒരു ബിഷപ്പും ഈ ഒരു രേണുവും തമ്മിലുള്ള കുറച്ചൊരു കാര്യങ്ങൾ സംസാരിക്കുന്നതിന് ഒരു എതിർപ്പ് പോലെ വന്നിട്ടുണ്ടായിരുന്നത്. ബിഷപ്പ് ആദ്യമേയൊക്കെ രേണുവിനെ സപ്പോർട്ട് ചെയ്തെങ്കിലും പിന്നെ ഈ ഒരു സംസാരത്തിലൊക്കെ രേണുവിനെയും കുറച്ച് രേണു ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് സംസാരമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം മെയിനായിട്ട് ഇവർ തമ്മിലൊരു പ്രശ്നമൊക്കെ ഉണ്ടാവാനുള്ള ഒരു കാര്യം, ഈ രേണു അഭിനയിച്ച കുറച്ച് ആൽബങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങളിൽ ഈ ഒരു ബിഷപ്പ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ. അതിന് ശേഷമാണ് ഈ ഒരു രേണുവുമായിട്ടുള്ള വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നത്. രേണു അതിന് മറുപടിയായിട്ട് ഈ ഒരു ബിഷപ്പ് നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഒരാളൊന്നും അല്ല എന്നുള്ള രീതിയിൽ ഭയങ്കര പറ്റിപ്പൊക്കെയാണ്. എന്നിട്ട് ഈ ഒരു സ്ഥലം ഞങ്ങൾ ആരുമില്ലാത്ത, ആർക്കും അടുത്തെങ്ങും വീടില്ലാത്തൊരു സ്ഥലത്താണ് ഈ ഒരു വീട് വെക്കാൻ സ്ഥലം അദ്ദേഹം തന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു രേണു. ഇതോടെ പറഞ്ഞതിനോട് ശേഷം രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബിഷപ്പ് ഉണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് ഇൻ്റർവ്യൂസിലൊക്കെ വന്ന് പറയുന്നുണ്ട്, ഞാനുണ്ടെങ്കിൽ എനിക്കുള്ള സ്ഥലമാണ് അവർക്ക് വീട് വെക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇതേ കണക്ക് വന്ന് എന്നെ അപമര്യാദയായിട്ട് ഈ ഒരു രേണു സംസാരിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇതേ കണക്ക് അവിടെ തന്നില്ല ഇവിടെ തന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറയുമ്പോൾ തനിക്ക് വിഷമമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ തന്നെ, രേണുവിന് കൊടുത്തതിൻ്റെ അടുത്ത് തന്നെ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും വാങ്ങാൻ ആൾക്കാർ വരുന്നില്ല. അതുപോലെ തന്നെ കുറേയധികം പേര് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എന്തിനാണ് കേൾക്കുന്നത്, ഞാനുണ്ടെങ്കിൽ സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രേണുവിനെതിരെ ഭയങ്കരമായിട്ടുള്ള വീഡിയോസൊക്കെ നെഗറ്റീവായിട്ടും ഈ ഒരു ബിഷപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് രേണുവും തിരിച്ച് പറയുന്നുണ്ടായിരുന്നു, ഇദ്ദേഹം അത്ര നല്ല വെടിപ്പുള്ള ആളൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെയും വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രേണു ഉണ്ടെങ്കിൽ ബിഗ് ബോസിലേക്ക് പോകുന്നത്. അതിനു മുമ്പുണ്ടെങ്കിൽ രേണുവിൻ്റെ സഹോദരിയൊക്കെ ബിഷപ്പിനെതിരെ എന്തോ കംപ്ലയിൻറ്റ് കൊടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇഷ്യൂസൊക്കെ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം രേണു ബിഗ് ബോസിൽ ചെന്നു. അവിടെ ഓരോ ദിവസം എപ്പിസോഡ്സൊക്കെ പുറത്ത് വരുമ്പോഴും ഈ ഒരു ബിഷപ്പ് രേണുവിനെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിന് ശേഷം കുറച്ച് നാൾ വലിയ സംസാരമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസം ഇതേ കണക്ക് ഇവർ തമ്മിൽ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ ഇപ്പം സംസാരിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനെക്കുറിച്ച് വലിയ വാർത്ത ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും വലുതായിട്ട് സംസാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഇത് രേണു ഉണ്ടെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമൊക്കെയാണ് ഈ ഒരു കിച്ചുമായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ആ സമയത്തൊക്കെ ബിഷപ്പ് ഉണ്ടെങ്കിൽ ഇവരെ കാര്യങ്ങളിലൊന്നും സംസാരങ്ങളോ ഒന്നും നടത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ബിഷപ്പ് എന്താണ് സംസാരിച്ചതെന്നുള്ളത് അറിയണമെങ്കിൽ ഈ ഒരു കിച്ചുവും അതുപോലെ തന്നെ രേണുവും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പിക്കും കൂടെ ആദ്യം പറഞ്ഞിട്ട് എന്നിട്ട് ഇവരിപ്പം 3 പേരും കൂടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളൊക്കെ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ഈ ഒരു കിച്ചുവും അതുപോലെ തന്നെ രേണുവും തമ്മിലുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു കിച്ചുവും രേണുവും തമ്മിൽ എന്തൊക്കെയോ ആദ്യം തൊട്ടേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവർ ഒരുമിച്ച് വീഡിയോസിലും ഇൻ്റർവ്യൂസിലൊക്കെ വരുമ്പോൾ ആ സമയത്ത് രേണുവും കിച്ചുവും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഞങ്ങൾ തമ്മിലൊരു പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല, നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, സംസാരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫോൺ വീഡിയോ കോളും കാര്യങ്ങളും ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ പൈസ അവന് ആവശ്യമുള്ളതൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ രേണു പറയുമായിരുന്നു. ആ സമയത്ത് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇവർ തമ്മിൽ വലിയ ബന്ധമില്ല, അതുകൊണ്ടാണ് കിച്ചു കൊല്ലത്ത് പോയി നിൽക്കുന്നത്, ഒരു നാൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് വലിയ രീതിയിലൊന്നും അവർ തമ്മിൽ പ്രശ്നമുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറേയധികം യൂട്യൂബേഴ്സ് കിച്ചുവിനെതിരെ കുറച്ച് ആരോപണങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് കിച്ചുവിനെതിരെ എന്തൊക്കെയോ കേസും കാര്യങ്ങളൊക്കെ കോട്ടയത്തൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പുറത്ത് താണ്ട് ഇതേ കണക്ക് ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ആരോപണങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കിച്ചു ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സത്യമാണ്, പക്ഷെ നിങ്ങൾ അറിയണം എന്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ പോകാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. എൻ്റെ അച്ഛൻ്റെ മരണശേഷം എന്നെ ആരും നോക്കിയിട്ടോ ഒന്നുമില്ല, ഞാൻ ആ ഒരു വീട്ടിലുണ്ട് എന്നുള്ളത് പോലും ആരും അന്വേഷിച്ചിട്ടില്ലായിരുന്നു. രാവിലെയൊക്കെ കൂട്ടുകാരോടെ പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് വരുന്നത് എന്നൊന്നും ആർക്കും തിരക്കേണ്ട കാര്യമില്ലായിരുന്നു. അങ്ങനെ തിരക്കിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോയി. എനിക്ക് ആരുടെ സംസാരിക്കാനൊന്നും തന്നെ പറ്റിയിട്ടില്ല. പിന്നെ രേണുവിനെ പറ്റി കിച്ചു പറഞ്ഞൊരു കാര്യം, അമ്മയെ ഞാനുണ്ടെങ്കിൽ വല്ലപ്പോഴുമൊക്കെ വിളിച്ച് സംസാരിക്കാറുള്ളൂ, അല്ലെങ്കിൽ ക്യാഷിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കാറുള്ളൂ. അമ്മ അങ്ങനെ തന്നെയാണ്, അല്ലാതെ ദിവസവും വിളിച്ചിട്ട് എൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെ തിരക്കുന്ന ഒരാളല്ല. പിന്നെ അമ്മയുടെ സഹോദരിയും അതുപോലെ തന്നെ സഹോദരിയുടെ ഭർത്താവിനെതിരെയും കുറേയധികം കാര്യങ്ങൾ ഈ ഒരു കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പണിക്കൊന്നും പോകത്തില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അച്ഛന് ഭയങ്കരമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആരോപണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം രേണു ഇതിനൊക്കെ മറുപടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കിച്ചു ഇത് കണക്ക് പറയുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കഴിഞ്ഞ ദിവസം വരെ അവൻ നല്ല രീതിയിലാണ് സംസാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ ഇത് കണക്ക് സംസാരിക്കുമ്പം എനിക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രേണുവിനെതിരെ നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ വലിയതായിട്ട് സംസാരമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കണക്ക് രേണുവിന് ക്യാൻസറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആദ്യമേ രേണു അക്സെപ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ രേണു ഒരു സ്റ്റോറിയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ആശുപത്രിയിൽ ചേച്ചിയുടെ കൂടാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് ശേഷമാണ് രേണു അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കിത് കണക്ക് അസുഖമുണ്ട്, ചെറുപ്പത്തിലേ എനിക്കിത് കണക്ക് മുഴയൊക്കെ ഉണ്ടായിരുന്നു, അന്നേ മനസ്സിലായതാണ്, പക്ഷേ ചികിത്സിച്ചൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇത് 3rd സ്റ്റേജൊക്കെയാണ്, എല്ലാവരെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളത് രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഓരോ വീഡിയോസ് രേണു ഇങ്ങനെ ഇടും, എന്തൊക്കെയാണ് അപ്ഡേറ്റ്, മുടി മുറിച്ച കാര്യങ്ങളെല്ലാം ഇടുമായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞ് കിച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, കമൻറ്റ് ബോക്സിലൊക്കെ കിച്ചുവിൻ്റെ യൂട്യൂബ് വീഡിയോയിൽ പോയിട്ട് ഇടുമായിരുന്നു, നിങ്ങൾക്ക് പോയി കാണണം, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ കാണണം, ഇപ്പം കൂടെ നിൽക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ കിച്ചു പോയി കാണുകയും ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. രേണു ആ സമയത്ത് വീഡിയോസൊക്കെ ഇടുമായിരുന്നു, ഞാൻ വളർത്തിയ മോൻ എന്നെ കാണാൻ വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം, പക്ഷേ പരാതിയൊന്നുമില്ല, എന്നെ ഇഷ്ടമുള്ളവരൊക്കെ വന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പറയുന്നതിനനുസരിച്ച് കിച്ചുവിനെതിരെ നെഗറ്റീവ് കമൻറ്റ്സൊക്കെ ഇങ്ങനെ കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കിച്ചു ഒരു ദിവസം വീഡിയോ ഇട്ട്, ഞാൻ ഇങ്ങനെ എല്ലാവരും പറയുന്ന അതുകൊണ്ട് തന്നെ ഞാൻ പോയി കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ
അതിന് ശേഷം ഒരാളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയല്ല കിച്ചു പോയി കാണേണ്ടത്, സ്വന്തം അമ്മയെ പോലെയല്ലേ, അപ്പം പോയി ഇഷ്ടത്തോടെ കാണണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ രേണു ഷെയറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണെന്ന് തോന്നുന്നു കുറച്ചും കൂടി കിച്ചുവിനെ എന്തോ ഇഷ്ടപ്പെടാതായത്. കിച്ചു ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തുകൊണ്ട് പോയി കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണക്ക് സബ്സ്ക്രിപ്ഷൻ രേണു തുടങ്ങിയ സമയത്ത് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇത് ചെയ്യരുത്. അതിൽ വന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ചെയ്യരുത്, ഋതപ്പനെയൊക്കെ ഓർത്തെങ്കിലും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് രേണു കേട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം. അതുകൊണ്ടൊക്കെയാണ് എനിക്കും അമ്മയ്ക്കും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളുള്ളത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കിച്ചു പറഞ്ഞത് കാര്യമാണെന്നൊക്കെ പറഞ്ഞ് കിച്ചുവിന് കുറേയധികം സപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് രേണു വന്നിട്ടുണ്ടായിരുന്നു. രേണു പറഞ്ഞൊരു കാര്യം, ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സമയത്ത് ആദ്യമേ ഈ ഒരു കിച്ചുവിന് തന്നെയാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയൊക്കെ ആയി, ഇത്ര രൂപയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കിച്ചു ഫുൾ സപ്പോർട്ട്, നല്ലതെന്നൊക്കെ പറഞ്ഞ ആ ഒരു കിച്ചു, അതുപോലെ തന്നെ ഇതിൽ നിന്നൊക്കെ കിട്ടിയ പൈസ ഞാൻ കിച്ചുവിന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയ എല്ലാ രീതിയിലുള്ള പൈസകളും പ്രൊമോഷൻ, ഉദ്ഘാടനത്തിനൊക്കെ പോയതെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് തുടങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കിച്ചുവിൻ്റെ അടുത്ത് മറുപടിയായിട്ട് രേണു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറേയധികം പേര് രേണുവിനെയും കുറേയധികം പേര് കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പം ബിഷപ്പ് ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. കിച്ചു ഇതേ കണക്ക് ചെയ്ത് ശരിയായിട്ടില്ല, ഈ ഒരു സമയത്ത് പോലും രേണുവിനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുവാണല്ലോ, അതൊട്ടും ശരിയായിട്ടില്ല. അഥവാ ഇനി കിച്ചു എങ്ങാനും രേണുവിന് എന്തെങ്കിലും ഉപദ്രവ ശ്രമങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് നിൽക്കും എന്നുള്ള രീതിയിലാണ് ഈ ഒരു ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ബിഷപ്പും ഈ ഒരു രേണുവൊക്കെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രേണുവിന് അസുഖമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഒരു പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വന്ന് ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ട് ആ ഒരു വീഡിയോസും ഫോട്ടോസും ഒക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഇവർ തമ്മിലിപ്പം പ്രശ്നങ്ങളൊക്കെ മാറി എന്നുള്ളൊരു കാര്യം അറിയാമായിരുന്നു. എന്തായാലും കിച്ചുവിനെതിരെ ഇപ്പം ഈ ഒരു ബിഷപ്പ് പറഞ്ഞതിന് ശേഷം കുറേയധികം പേര് ബിഷപ്പിനെതിരെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇപ്പം രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നവരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക.